ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. സൃഷ്ടിപ്പ്. ഇത് ഞാൻ വായിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ വീട്ടിലുപ്പായിട്ട് വാങ്ങി വെച്ചൊരു പരിപൂർണ ഇസ്ലാമിക ചരിത്രം എന്ന ഒരു കട്ടിയുള്ള പുസ്തകമുണ്ട്. അതിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാനത് വായിക്കാം. താല്പര്യമുള്ളവരൊക്കെ കേൾക്കുക. തുടർന്നും കേൾക്കാൻ ഞാൻ കുറേശ്ശെ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി തുടർന്നും കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് അടുത്തടുത്ത വീഡിയോസുകൾ കേട്ടാൽ എന്താണ് ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ തലക്കെട്ടിൽ സൃഷ്ടിപ്പ് എന്ന തുടക്കമാണുള്ളത്. അനാദ്യനും അരൂപനുമായ അല്ലാഹു തആല അവൻ വേണ്ടുക വച്ചതനുസരിച്ച് അവൻ്റെ തിരുദൂതന്മാരിൽ അന്തിമനായി ഇഹലോകത്ത് ആഗതനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ സാരസ്വ പ്രകാശത്തെ അവൻ്റെ നിസ്തുല പ്രകാശത്താൽ ആദ്യമായി സൃഷ്ടിച്ചു. അനാദ്യാന്തനും സർവസ്ഥിതനും സദാജാഗരൂകനും സർവാധിപനും സർവശക്തനും സ്രഷ്ടാവും രക്ഷകനും ശിക്ഷകനും നിയന്താവും സർവജ്ഞനും വർണ്ണനാതീത ഗുണങ്ങളുടെ ഉടമയുമായ അല്ലാഹു അവൻ്റെ മഹത്തായ ഗുണങ്ങളാൽ പടക്കപ്പെട്ട മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പ്രകാശത്തെ അത്യന്തം സ്നേഹിക്കുകയും ആലമുൽ ഖുദ്സ് എന്ന പവിത്ര സ്ഥാനത്തെ അല്ലാഹുവിൻ്റെ തിരുസന്നിധിയിൽ താമസിപ്പിക്കുകയും സ്തുതികളാൽ ബഹുമാനിക്കുകയും ചെയ്തു. നമ്മുടെ കൊല്ലത്തിന് തുല്യമായ 16,70,000 വർഷക്കാലം ആ നിലയിൽ താമസിപ്പിച്ച ശേഷം തിരുമേനിയുടെ ഒളിവിനെ മുത്തുച്ചിപ്പി പോലുള്ള ഒരു ചെപ്പിൽ അനേകകാലം നിവസിപ്പിച്ചു. അതിനുശേഷം അല്ലാഹു അവൻ്റെ മഹത്തായ തേജസ്സുകൊണ്ട് 70,000 മറകളെ യവനികകളെ പടക്കുകയും ഓരോ മറയിലും 70,000 വർഷങ്ങൾ വീതം തിരുനബിയുടെ ഒളിവിനെ ഇരുത്തി ആദരിപ്പിക്കുകയുമുണ്ടായി. അങ്ങനെ 70,000 വർഷങ്ങൾ വീതം ഓരോ മറയിലും താമസിച്ചുകൊണ്ട് 70,000 മറകളെയും അതിജീവിച്ചപ്പോൾ തിരുനബിയുടെ ഒളിവ് ഒരു വീർപ്പ് വിട്ടു. ആ വീർപ്പ് 4 ചിഹ്നങ്ങളാവുകയും ആ ചിഹ്നങ്ങളാൽ അർഷ്, ഖുർഷ്, ലൗഹ്, കലം എന്നിവ പടക്കപ്പെടുകയും ചെയ്തു. തദനന്തരം സാമീപ്യം എന്ന സങ്കേതത്തിൽ 12,000 വർഷക്കാലം ഒളിവ് താമസിച്ചു. അതിനെ തുടർന്ന് അല്ലാഹുവിൻ്റെ ജലാൽ എന്ന വീക്ഷണം ആ ഒളിവിൽ പതിക്കുകയും അപ്പോൾ ആ ഒളിവ് പ്രജ്വലിച്ച് അതിൽ നിന്ന് കനിവിൻ്റെ ചില തുള്ളികൾ ഇറ്റിറ്റ് വീഴുകയും ചില പ്രകാശരശ്മികൾ ഉയരുകയുമുണ്ടായി. ആ പ്രകാശരശ്മികളാൽ അംബിയാൻ്റെയും മുർസലുകളുടെയും മലക്കുകളുടെയും ആത്മാക്കൾ പടക്കപ്പെട്ടു. പിന്നീട് പ്രേമം എന്ന സങ്കേതത്തിൽ 12,000 വർഷക്കാലം വസിച്ചുകൊണ്ട് സ്തുതികൾ നടത്തി. അല്ലാഹുവിൻ്റെ ജലാൽ എന്ന വീക്ഷണം പതിച്ചപ്പോൾ ഉത്ഭവിച്ച കനിവുകളാൽ മനുഷ്യരുടെയും ജിന്നുകളുടെയും ആത്മാക്കൾ ആകാശഭൂമികളിലും സൂര്യചന്ദ്ര നക്ഷത്രാദി വാനഗോളങ്ങളും പടക്കപ്പെട്ടു. അതിനുശേഷം ഭയഭക്തിയുടെ സങ്കേതത്തിൽ തിരുമേനിയുടെ ഒളിവിനെ 12,000 വർഷക്കാലം അല്ലാഹു താമസിപ്പിക്കുകയും അഭ്യസനം നൽകുകയുമുണ്ടായി. അവിടെ ആ ഒളിവിന് പരിപൂർണത്വം എന്ന അനുഗ്രഹം സിദ്ധിച്ചു. ആ കടാക്ഷത്തിൻ്റെ ഫലമായി ജ്ഞാനം, വണക്കം, രക്ഷ, ഉടക്കം എന്നിവ ഉത്ഭവിച്ചു. പിന്നെ മഹിമാവ് എന്ന സങ്കേതത്തിൽ 12,000 വർഷക്കാലം തിരുമേനിയുടെ ഒളിവ് കഴിഞ്ഞുകൂടി. അവിടെ നിന്ന് സിദ്ധിച്ച കടാക്ഷങ്ങളാൽ നന്മതിന്മകൾ, സ്വർഗ നരകങ്ങൾ തുടങ്ങിയ സകലതും പടക്കപ്പെട്ടു. അനന്തരം വിനയവും പൗരുഷം, ലജ്ജ, കൃപ, സ്നേഹം, ഒതുക്കം, ജ്ഞാനം, തൻ്റെടം, സഹിഷ്ണുത, ക്ഷമ, സത്യം, ധാർഷ്ട്യം എന്നിങ്ങനെ 12 മറകളെ അല്ലാഹു പടച്ചു. ഓരോന്നിലും 1000 വർഷങ്ങൾ വീതം 12 മറകളിലായി 12,000 വർഷക്കാലം ആ ഒളിവ് കഴിഞ്ഞുകൂടുകയും വിവരണാതീതമായ നിലപാടുകളെ വിവരിക്കുകയും ചെയ്തു. ഒളിഞ്ഞും തെളിഞ്ഞും സ്ഥിതി ചെയ്യുന്ന 11,000 എന്ന് കണക്കാക്കപ്പെട്ടു. ലോകങ്ങളും അവയ്ക്ക് പുറമെ മറവിൻ്റെയും മറവിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണമറ്റ ലോകങ്ങളും തിരുമേനിയുടെ ഒളിവായി രൂപം കൊണ്ടു. ആലം ജംഹൂത്ത്, ആലം ബാഹൂത്ത്, ആലം ഹാഹൂത്ത്, ആലം അർവാഹ്, ആലം മിസാൽ,
അജ്സാം, ആലം, ഇൻസാൻ എന്നീ 7 സ്ഥാനഘട്ടങ്ങളും പ്രത്യേകം പേരുകളോട് കൂടിയ 40 വിഭാഗങ്ങളുമുണ്ടായി. മദ്ഹറുൽ അത്മ എന്നും ഇൻസാൻ കാമിൽ എന്നും ഉള്ള ബഹുമതികൾ തിരുമേനിക്ക് നൽകപ്പെട്ടു. ഈ പദങ്ങളുടെ അർത്ഥവ്യാപ്തി മനുഷ്യവചനങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത വിധം അത്യന്തം വിസ്തൃതങ്ങളാകുന്നു. സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള ഈ പ്രസ്താവന വസ്തുതകളുടെ യഥാർത്ഥ പ്രതിപാദനമല്ല, യുഗാന്തരങ്ങൾക്കപ്പുറം നടന്ന സംഭവങ്ങളുടെ സൂക്ഷ്മസ്ഥിതികൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. ആദിയിൽ നടന്ന ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിച്ചുവിടുവാനുള്ള ഒരു ഉപാധി മാത്രമാണ് സൃഷ്ടിപ്പിനെക്കുറിച്ച് മുകളിൽ ചേർത്തിട്ടുള്ള ചെറുപ്രസ്താവന. ചിന്തിക്കുവാനും അന്വേഷിച്ച് അറിയുവാനും അപഗ്രഥിച്ച് പഠിക്കാനുമുള്ള നിരവധി കാര്യങ്ങൾ ആ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്നുണ്ടെന്ന പരമാർത്ഥം അന്വർത്ഥമാക്കാൻ വിസ്മരിക്കരുതെന്ന് തെര്യപ്പെടുത്തിക്കൊള്ളുന്നു. ഇത്രയേ ഉള്ളൂ ആദ്യത്തെ സൃഷ്ടിപ്പ് എന്ന ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ദേഹസൃഷ്ടിപ്പിനെ കുറിച്ചാണ്. അത് അടുത്ത വീഡിയോയിൽ വായിച്ചു തരാട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.